സീക്രട്ട് എന്നുള്ള ഒരു ബുക്ക് വായിക്കുകയാണ്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ സീക്രട്ട് എല്ലാം വലിയ വ്യക്തികൾക്കും ഈ സീക്രട്ട് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. ആ സീക്രട്ട് മൂലമാണ് അവരൊക്കെ വലിയവരായത്, ജീവിതത്തിൽ വിജയിച്ചതെന്നാണ്. അപ്പോൾ ഈ സീക്രട്ട് ഇപ്പോൾ നമ്മൾ വായിച്ചാൽ നമ്മളുടെ ജീവിതത്തിലും വലിയ വ്യത്യാസങ്ങൾ വരും. നമുക്ക് എവിടെയൊക്കെയാണ് തോൽവി പറ്റിയത് അവിടെ നിന്നൊക്കെ നമുക്ക് കരകയറാനാവും. നമ്മുടെ അസുഖങ്ങളിൽ നിന്ന് വിമുക്തരാകാൻ പറ്റും, അപകർഷതയിൽ നിന്ന് വിമുക്തരാകാൻ പറ്റും. കുട്ടികൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം, അങ്ങനെയല്ല ഏത് തരക്കാർക്കും ഈ സീക്രട്ട് അറിഞ്ഞാൽ ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നത്. അദ്ദേഹം വീണ്ടും ഉറപ്പിച്ച് പറയുന്നു, നമുക്ക് ഈ ബുക്ക് വായിച്ചാൽ നമുക്ക് നമ്മെ തിരിച്ചറിയാനും നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നേടാനും സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദി സീക്രട്ട് ഗീവ്സ് യു എനിത്തിങ് യു വാണ്ട്, ഹാപ്പിനെസ്, ഹെൽത്ത് ആൻഡ് വെൽത്ത്. ഇതൊക്കെ പലർക്കും അറിയാമായിരുന്നിട്ടോ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത ഒരു സീക്രട്ടാണ്. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ വെളിപ്പെടുത്തുന്ന ഒരാൾ, ദി സീക്രട്ട് ഈസ് ദി ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ടാണ് ഈ ലോകത്തുള്ള എല്ലാവരും എല്ലാം നേടിയത് എന്നുള്ളൊരു സീക്രട്ടാണ് വെളിപ്പെടുത്തുന്നത്. പ്രധാന പോയിൻ്റ്, നമ്മുടെ ഓരോ ചിന്തകളും ഒരു ശക്തിയാണെന്നാണ്. നമ്മുടെ ആഗ്രഹത്തിന് സാക്ഷാത്കരിക്കാൻ കഴിവുള്ള ഓരോ ശക്തികളാണ് നമ്മുടെ ചിന്തകൾ ഓരോന്നും എന്ന് പറയുന്നു. നമ്മുടെ തോട്ട് കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് എല്ലാത്തിനും അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരാൾ ധനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ധനത്തെക്കുറിച്ചുള്ള നല്ല പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നടന്നാൽ തന്നെ അയാളുടെ ജീവിതകാലത്ത് വലിയൊരു പണക്കാരനായി തീരും. അപ്പോൾ അങ്ങനെയാണ് ഈ ലോകത്തിലെ എല്ലാ വലിയ ലീഡേഴ്സും പ്രസിദ്ധരുമൊക്കെ അവർ വിചാരിച്ച കാര്യത്തിലേക്ക് ഏകാഗ്രതയോടെ അതിന് സമർപ്പണം ചെയ്തതുകൊണ്ടാണ് ഓരോരുത്തരിപ്പം ഓരോ മഹാന്മാരുണ്ടായത്. അവരുടെയൊക്കെ പേര് ഷേക്സ്പിയർ എഴുത്തിൽ, ബ്ലേക്ക് ആൻഡ് വില്യം, റോബർട്ട് ബ്രൗണിങ്, അവരൊക്കെ മ്യൂസിക് പോയട്രിയിൽ, ബിഥോവൻ പിന്നെ മ്യൂസിക്കിൽ, പിന്നെ ലിയോണാർഡോ ഡാവിൻസിയാണ് ആർട്ടിസ്റ്റ്. ഇതൊക്കെ അവർ അതിൽ തന്നെ ചിന്ത കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ വിജയമുണ്ടായതാണ്. അതിൽ തിങ്കിങ്ങിലാണ് സോക്രട്ടീസ്, പ്ലേറ്റോ, ഇവരെല്ലാം തന്നെ ലോകത്തിലെ അത്യുന്നതങ്ങളിലെത്തിയത് അവരുടെ ചിന്തകൾ മാത്രം കൊണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ, നമുക്ക് അവരുടെ വിചാരത്തിൽ അവർ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയതാണ്. അപ്പോൾ ഈ ബാബിലോണിയൻസ് എന്നും പറഞ്ഞൊരു വിഭാഗം ആൾക്കാർ, അവർ ഏറ്റവും വലിയ സമ്പന്നരായിരുന്നു പണ്ട് ലോകത്ത്. അപ്പോൾ അതിനെപ്പറ്റിയും പറയുന്നുണ്ട്. അതും അവരുടെ ആ പ്രവർത്തനം അതിനായിട്ട് പരിശ്രമിച്ചത് കൊണ്ടാണ്. ഹാങ്ങിങ് ഗാർഡനൊക്കെ അവർ ബിൽഡ് ചെയ്തതാണ്. അപ്പോൾ ഇതുമെല്ലാം ആ കോൺസെൻട്രേഷൻ ഓഫ് തോട്ട്സാണ്, പോസിറ്റീവ് തോട്ട്സ് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ അതൊരു എക്സാമ്പിളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. ചിലർക്ക് വലിയ ധനം വന്നിട്ട് ചിലപ്പം പെട്ടെന്ന് എല്ലാം ലൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ആത്മവിശ്വാസം അങ്ങ് പോകുന്ന, അപ്പോഴാണ് അത് അവർ വീണ്ടും കരകയറും. കാര്യം വീണ്ടും അവർ ധനത്തിൻ്റെ തന്നെ സ്വപ്നം കാണുകയും അതിൻ്റെ പുറകെ ചേച്ചി അവരെ തോട്ട് കൊണ്ട് തോട്ടാണിൽ നിന്നാണ് ആരംഭിക്കുന്നത്. വീണ്ടും അതിനെപ്പറ്റി അതിനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ അത് വീണ്ടും അവർ ധനവാന്മാരാകും. അതൊക്കെ ഈ തോട്ടും ലോ ഓഫ് അട്രാക്ഷൻ തോട്ടിനെ പറ്റിയുള്ളതാണ് ഈ ബുക്ക്. അദ്ദേഹം തൻ്റെ മെയിൻ പോയിൻ്റ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, യു ആർ ദി മോസ്റ്റ് പവർഫുൾ മാഗ്നറ്റ് ഇൻ ദി യൂണിവേഴ്സ്. യു contain a magnetic power within you that is more powerful than anything in this world, and this unfathomable magnetic power is emitted through your thoughts. ബോബ് ഡോയൽ എന്ന് പറയുന്ന ഒരാൾ പറയുകയാണ്, the law of attraction is like attracts like, and so as you think a thought you are also attracting like thoughts to you. ഇപ്പം നമ്മളൊരു ചിന്തകൾ, ഇപ്പം നല്ലൊരു പോസിറ്റീവ് കാര്യങ്ങളെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ അതിൻ്റെ തരംഗങ്ങളുണ്ട്. അതുപോലെയുള്ള ചിന്തകളുമായിട്ട് ഇത് യോജിക്കും. അങ്ങനെയാണ് ഇങ്ങനെ ഇരട്ടിച്ച് അത് ആ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് തന്നെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബാഡ് തോട്ടാണ് വിചാരിച്ച് കിടന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് നമ്മളെ വീണ്ടും കൂടുതൽ വിഷമത്തിലേക്ക് കൊണ്ടുപോകും. അത് കാരണം നമ്മളെ ഈ തോട്ട് മറ്റ് ബാഡ് തോട്ടുകളുമായിട്ട് ഇങ്ങനെ കൂടി കലർന്ന് ഇതിങ്ങനെ കൂടി വരും.
അതുപോലെ തന്നെ നമ്മളൊരു നല്ല പോസിറ്റീവ് തോട്ട് ആലോചിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മളൊരു ചെറിയൊരു തരി ഇട്ട് കൊടുത്താൽ അത് തന്നെ വികസിച്ച് മറ്റ് പോസിറ്റീവ് തോട്ടുകളുമായിട്ട് ചേർന്ന് അത് അധീകരിക്കും. ബുക്ക് അദ്ദേഹം കുറേ പേര് എല്ലാ നിലയിലും ഉയർന്ന കുറേ ലീഡേഴ്സിനെ കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ എഴുതിയ ബുക്കെന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഇതാണോ ഇതിൻ്റെ കണ്ടൻ്റെന്ന് എനിക്കറിഞ്ഞില്ല. ഇതിലോരോ പേരുകൾ പറഞ്ഞിട്ട് അവരുടെ ആശയങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതാണ് പറയുന്നത്. ഇപ്പോൾ വേറെ ജോൺ അഷറഫ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ ജോബ് ആസ് ഹ്യൂമൻ ഈസ് ടു ഹോൾഡ് ഓൺ ടു ദി തോട്ട്സ് of what we want, make it absolutely clear in our minds what we want, and from that we start to invoke one of the greatest laws of the universe, and that's the law of attraction. You become what you think about most, but you also attract what you think about most. അപ്പോൾ നമ്മൾ എന്താഗ്രഹിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴും ആലോചിച്ചുകൊണ്ട് നടക്കുന്നു, അതിലോട്ട് തന്നെ നമ്മൾ അറിയാതെ എത്തപ്പെടും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം പറയുന്നത് നമ്മളിപ്പോൾ മനസ്സിലായല്ലോ രഹസ്യം എന്താണെന്ന് ജോൺ അഷറഫ് പറയുകയാണ്. എന്ന് വെച്ചാൽ മനസ്സിലായി നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതിലോട്ടാണ് നമ്മൾ എത്തുന്നതെന്നുള്ള സീക്രട്ട് മനസ്സിലായതുകൊണ്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കണം എന്നുള്ളത് മനസ്സിലായല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. അത് ബോബ് പ്രോക്ടർ പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഇഫ് യു സീ ഇറ്റ് ഇൻ യുവർ മൈൻഡ് യു ആർ ഗോയിങ് ടു ഹോൾഡ് ഇറ്റ് ഇൻ യുവർ ഹാൻഡ്. മനസ്സിൽ ചിന്തിച്ചാൽ കയ്യിൽ വരും എന്നുള്ളതാണ് ഒരിതാണ്. ഇഫ് യു ക്യാൻ തിങ്ക് അബൌട്ട് വാട്ട് യു വാണ്ട് ഇൻ യുവർ മൈൻഡ് ആൻഡ് മേക്ക് ദാറ്റ് യുവർ ഡോമിനൻറ്റ് തോട്ട് യു വിൽ ബ്രിങ് ഇറ്റ് ഇൻ ടു യുവർ ലൈഫ്. നമ്മൾ അതിന് തന്നെ ആ ചിന്തകളൊക്കെ തന്നെ ഡോമിനൻ്റ് ആയിട്ട് നിലനിർത്തിയാൽ നമുക്കതിലെത്താൻ പറ്റും എന്ന് അദ്ദേഹം പറയുന്നു. ഈ മൈക്ക് ഡൂഡിൽ പറഞ്ഞപ്പം ഡോമിനൻ്റ് തോട്ട്സ് കൊണ്ടുവന്ന് അത് സാധിക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മൈക്ക് ഡൂലി പറയുന്നത്, ആൻഡ് ദാറ്റ് പ്രിൻസിപ്പിൾ ക്യാൻ ബി സംഡ് അപ്പ് ഇൻ 3 സിമ്പിൾ വേർഡ്സ്, തോട്ട്സ് ബിക്കം തിങ്സ്. നമ്മൾ തോട്ട്സാണ് തിങ്സ് ആയിട്ട് വരുന്നത്. അത് നമുക്ക് ചുറ്റും നോക്കിയാലേ ഈ കാണുന്ന വസ്തുവകകളെല്ലാം ഒരാളിൻ്റെ ചിന്തകളിൽ നിന്നുണ്ടായതല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന തോട്ട്സും അതുപോലൊരു തിങ്ങായിട്ട് നമുക്ക് മാറ്റാം. ഈ ചിന്ത ബലപ്പെടുത്തിയാൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അത് സാക്ഷാത്കരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ജോൺ അഷറഫ് പറയുന്നു, കാര്യം നമ്മുടെ ചിന്തകൾക്കൊക്കെ ഒരു ഫ്രീക്വൻസി ഉണ്ടെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കാര്യം തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ചിന്തിക്കും തോറും അത് ബലപ്പെട്ടു വരുമെന്നാണ്. അപ്പോൾ ഇത് സീക്രട്ട് എന്ന് പറയുന്ന മറ്റൊരാൾ പറയുന്നത്, സീക്രട്ട് എന്ന് പറയുന്നത് ലൈക്സ് അട്രാക്ട് ലൈക്ക് എന്നല്ലേ. അപ്പം നമ്മൾ ഒരു ചിന്തകൾ ചിന്തിക്കുമ്പോൾ അതുപോലത്തെ ചിന്തകൾ വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഒരാളൊരു കാറ് വേണമെന്ന് വെച്ചാൽ അതിൻ്റെ അത്തരം ചിന്തകൾ തന്നെ വന്ന് ഈ ചിന്തയെ പരിപോഷിപ്പിക്കും. ഇവിടെ കിട്ടും, ഏത് കാറാണ് നല്ലത്, എങ്ങനെ വാങ്ങാം, അതിനൊക്കെയുള്ള ഇത് പതുക്കെ വന്നു ചേരും. അപ്പോൾ തോട്ട്സിനൊരു ഫ്രീക്വൻസി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആ ഫ്രീക്വൻസി നമ്മുടെ തോട്ട്സ് അതുപോലെയുള്ള തോട്ട്സുമായിട്ടുള്ള ആ ഫ്രീക്വൻസിയിൽ ഏറ്റുമുട്ടുമ്പോൾ നമുക്ക് വിചാരിച്ച കാര്യം സാധിക്കുന്നതാണ്. അപ്പം ഉദാഹരണമായിട്ട് ഇപ്പം ടെലിവിഷൻ നമ്മൾ ഓരോ ചാനൽ മാറ്റില്ലേ. നമുക്കിപ്പോൾ മലയാളം ചാനൽ വേണമെങ്കിൽ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ നമ്മൾ അതിനെ ട്യൂൺ ചെയ്യണം, അപ്പോൾ നമുക്ക് മലയാളം കിട്ടും. അതുപോലെ ഇപ്പം വേറൊരു ഇംഗ്ലീഷ് ചാനൽ കിട്ടണമെങ്കിൽ ആ ഫ്രീക്വൻസിയിലാണ്. അതുപോലെ അത് മനുഷ്യനുണ്ടാക്കിയ മെഷീൻ കൊണ്ടുള്ള ഫ്രീക്വൻസി. അപ്പോൾ ആ ഉണ്ടാക്കിയ മനുഷ്യൻ്റെ മനസ്സാണ് നമ്മളുടെ ഓരോരുത്തരിലുള്ളത്. അപ്പോൾ ആ ഒരു മനുഷ്യന് അതിനേക്കാളും 10 മടങ്ങ് ഫ്രീക്വൻസി ഉണ്ട് മനുഷ്യൻ്റെ ചിന്തകൾക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം നമ്മൾ ട്രാൻസ്മിറ്ററായിട്ട് എടുക്കാമെങ്കിൽ നമുക്ക് പല ഫ്രീക്വൻസിയിലും എത്താൻ പറ്റും നമ്മുടെ വിചാരം കൊണ്ട്. അദ്ദേഹം പറയുന്നത്, ഇഫ് യു വാണ്ട് ടു ചേഞ്ച് എനിത്തിങ് ഇൻ യുവർ ലൈഫ്, ചേഞ്ച് ദി ചാനൽ ആൻഡ് ചേഞ്ച് ദി ഫ്രീക്വൻസി ബൈ ചേഞ്ചിങ് യുവർ തോട്ട്സ്. ബൈ ചേഞ്ചിങ് അപ്പം നമ്മൾ ട്യൂൺ ചെയ്യുമ്പോഴല്ലേ വേറൊരു ചാനൽ കിട്ടുന്നത്. ആ ട്യൂണിങ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സിനെ മാറ്റുകയാണ്. ഒരു തോട്ടിൽ നിന്ന് നമുക്ക് ആവശ്യം വേണ്ടുന്ന തോട്ടിലോട്ട് നമ്മളെ ഡയറക്റ്റ് ചെയ്താൽ മാത്രം മതി. പ്രോക്ടർ പറയുന്നു, see yourself living in abundance and you will attract it.
ഇറ്റ് വർക്ക്സ് എവറി ടൈം വിത്ത് എവറി പേഴ്സൺ. ഇപ്പം നമ്മളൊരു ധനികനാണെന്ന് ആവണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ധനികനാണെന്ന് നമ്മൾ തന്നെ വിശ്വസിക്കണം. അതുപോലെ ജീവിക്കാൻ ശ്രമിക്കണം. ജീവിക്കുമ്പോൾ നമ്മൾ നാച്ചുറലി ധനികനാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളിപ്പോൾ എങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരൊക്കെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കാരണമാണ് അടുത്ത ജോൺ അഷ്റഫ് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിപരീതമായിട്ട് ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഒരാൾക്ക് കാശ് വേണമെന്ന് ധനികനാവണമെങ്കിൽ അയാൾക്ക് ആത്മവിശ്വാസം ഇല്ലെങ്കിൽ അയ്യോ എനിക്കില്ല എന്നല്ലേ അത് ചിന്തിക്കുന്നത്. ആ ചിന്ത മാറ്റി ഉണ്ടാവും എന്നുള്ള ചിന്ത വരുമ്പോൾ ഉണ്ടാവുമെന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. ബാക്കി വായിച്ചു നോക്കട്ടെ. അങ്ങനെ നെഗറ്റീവ് തോട്ട് കളഞ്ഞിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന് നമുക്കുണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ബോബ് ഡോയൽ വീണ്ടും പറയുന്നു. അദ്ദേഹം പറയുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ ഏത് ചിന്തയാണ് ചിന്തിക്കുന്നത് അത് നമ്മളെ അടിമയാക്കും. ഇപ്പം നമുക്ക് ഒരുപാട് കടങ്ങളാണ്, അയ്യോ ഇതെന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് വിഷമിപ്പിക്കുക തന്നെ ചെയ്യും. കൂടുതൽ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. അട്രാക്ഷൻ നല്ല ജീവിതത്തിൽ ഒന്ന് വേർതിരിക്കണം. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതനുസരിച്ച് അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രകൃതി നിയമം. നമ്മൾ നല്ലതാണ് ചിന്തിക്കുന്നത് നല്ലത് വരും, ചീത്തയാണെങ്കിൽ ചീത്ത സംഭവിക്കും. ഓഫ് അട്രാക്ഷൻ സിംപ്ലി ഗീവ്സ് യു വാട്ട് എവർ ഇറ്റ് ഈസ് യു ആർ തിങ്കിങ് അബൌട്ട് എന്നാണ് നിക്കോളാസ് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഭയങ്കര ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. കാര്യം നമ്മൾ പറയുന്നതൊക്കെ അത് കേൾക്കും. കാര്യം നമ്മൾ ക്ഷമയോടെ when you think of the things that you want and you focus on them with all of your intention, then the law of attraction will give you exactly what you want every time. When you focus on the things that you don't want, I don't want to be late, the law of attraction doesn't hear that you don't want it. It manifests the thing that you are thinking of, and so it is going to show up over and over again. The law of attraction is not biased to wants or don't wants. When you focus on something, no matter what it happens to be, you really are calling that into existence. അപ്പം നമ്മൾ ഈ അപ്പം എന്തെങ്കിലും ഒരു ഫിയറിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരുന്ന അത് ഈ ലോ ഓഫ് അട്രാക്ഷന് കേൾക്കാൻ പറ്റുള്ളൂ. അതല്ല നമുക്ക് ആ ഫിയർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതാണ് അത് കേൾക്കുന്നത്. എല്ലാം നമ്മൾ ചിന്തകളും വാക്കുകളും അനുസരിച്ചാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷന് ഡോണ്ട് വാണ്ട് എന്നോ എന്നുള്ള നെഗറ്റീവ് കാര്യങ്ങൾ അതിന് മനസ്സിലാവുകയില്ല എന്നാണ്. ഇപ്പം നമ്മളൊരു കാര്യം ഇങ്ങനെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഐ ഡോണ്ട് വാണ്ട് ടു സ്പിൽ സംതിങ് ഓൺ ദിസ് ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ ലോ ഓഫ് അട്രാക്ഷൻ കേൾക്കുന്നത് ഐ വാണ്ട് ടു സ്പിൽ സംതിങ് ഓൺ ദിസ് ഔട്ട്ഫിറ്റ്. അങ്ങനെ ആ കോണ്ടൻറ്റ് മാത്രമേ മനസ്സിലുള്ളൂ. ഡോ വാണ്ട് എന്നുള്ളത് അത് സ്വീകരിക്കുകയില്ല. മെയിൻ കോണ്ടൻ്റ് എടുത്ത് അത് പ്രവർത്തിക്കാൻ തുടങ്ങും. വാണ്ട് എ ബാഡ് ഹെയർ കട്ട് എന്നാണ് നമ്മളത് പറയണമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ കേൾക്കുന്നത് ഐ വാണ്ട് ബാഡ് ഹെയർ കട്ട്. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് കാര്യം പറയുകയേ ചെയ്യരുത്, വിചാരിക്കുകയേ ചെയ്യരുത്. അപ്പോൾ അതിനെ കളയണം. ശരിക്കും പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല. ഡോണ്ട് വാണ്ട് ടു ബി ഡിലേഡ് എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ഡിലേസ് എന്നാണ് അത് മീനിങ്, അർത്ഥം. അടുത്തത് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് പേഴ്സൺ ടു ബി റൂഡ് ടു മീ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും തോറും ഈ ലോ ഓഫ് അട്രാക്ഷൻ അങ്ങോട്ട് പോകും. ഐ വാണ്ട് ദാറ്റ് പേഴ്സൺ ആൻഡ് ദി മോർ പീപ്പിൾ ടു ബി റൂഡ് ടു മീ. അയ്യോ എന്തൊരു കഷ്ടമാണ്. അപ്പം നമ്മളൊന്നും നെഗറ്റീവായിട്ടൊന്നും പറയുകയും ചിന്തിക്കുകയേ ചെയ്യരുത്. ഐ കാൺ ഹാൻഡിൽ ആൾ ദീസ് വർക്ക് എന്ന് നമ്മളിങ്ങനെ അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഐ വാണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുന്നത് എന്താണ് ഐ വാണ്ട് മോർ വർക്ക് ദാൻ ഐ ക്യാൻ ഹാൻഡിൽ എന്ന് വെച്ചാൽ അവർ വീണ്ടും കുറേ കൂടെ ജോലി തരും. അപ്പോൾ അവിടെയും നമ്മൾ പരിഭവം പറയരുത്. ടു ക്യാച്ച് ദി ഫ്ലൂ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നത് ഐ വാണ്ട് ദി ഫ്ലൂ ആൻഡ് ഐ വാണ്ട് ടു ക്യാച്ച് മോർ ഫ്ലൂ ഫോർ തിങ്സ്. കൂടുതൽ അസുഖങ്ങൾ വരണമെന്ന് ഇങ്ങനെ വേണ്ടെന്ന് പറയുമ്പോൾ ഡോണ്ട് വാണ്ട് ടു ആർഗ്യൂ എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് മോർ ആർഗ്യൂയിങ് എന്നാണ്. അതെന്ന് വെച്ചാൽ ആർഗ്യൂ എന്നുള്ള വാക്കാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണ് ആർഗ്യൂ ചെയ്യാൻ ഇഷ്ടമാണ്, ആർഗ്യൂ ചെയ്യണം, അങ്ങനെ അങ്ങ് ചിന്തിച്ചോളാം. അങ്ങനെ ഹാപ്പൻ ചെയ്യും. ബോബ് പ്രോക്ടർ വീണ്ടും പറയുന്നു, അട്രാക്ഷൻ ഈസ് ആൾവേസ് വർക്കിംഗ് വെദർ യു ബിലീവ് ഇറ്റ് ഓർ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓർ നോട്ട്.
The law of attraction is the law of creation. Quantum physics tell us that the entire universe emerged from thought. You create your life through your thoughts, and the law of attraction, and every single person does the same. നമുക്കത് മനസ്സിലാകുന്ന ഒന്നും പ്രശ്നമല്ല. കാര്യം നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. നമ്മൾ അറിയാതെ ആയാലും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിസ നിക്കോളാസ് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കൊപ്പം ഈ ലോ ഓഫ് അട്രാക്ഷനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാസ്റ്റിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ അത് ആ രീതിയിൽ പോകും. പ്രസൻറ്റിനെ പറ്റിയാണെങ്കിൽ അങ്ങനെ സദാസമയം നമ്മൾ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത്, നമുക്ക് ചിന്ത ഒരിക്കലും നിർത്തി വയ്ക്കില്ല. അതിനെ പറ്റി ചിന്തിക്കുന്നത് അതനുസരിച്ച് ലോ ഓഫ് അട്രാക്ഷൻ നീങ്ങും. അപ്പോൾ നമ്മൾ ചിന്തിച്ച് ഇപ്പോൾ ഒരാളിനെ പറ്റി വിചാരിക്കുകയാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ അങ്ങോട്ട് അതിനെപ്പറ്റി വിചാരിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് അവസാനം നമ്മൾ ചിന്തിക്കാത്ത ഒരു സമയം അതേ ഉറങ്ങുമ്പോൾ. അപ്പോൾ പക്ഷേ ഈ ലോ ഓഫ് അട്രാക്ഷന് അപ്പോഴും നിർത്തലില്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യുന്നു, നമ്മൾ അവസാനം ചിന്തിച്ചതിൽ പിടിച്ചു തൂങ്ങി അതിങ്ങനെ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങും. അതാണ് അതിൻ്റെ കഴിവ് എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങണതിന് തൊട്ട് മുമ്പുള്ള ചിന്തകളൊക്കെ എപ്പോഴും നല്ല ചിന്തകളായിട്ടിരുന്ന് അത് നമുക്ക് ഗുണം ചെയ്യും. ആചാര്യന്മാരും ഒക്കെ ഇത് പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് അദ്ദേഹമാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മൈക്കൽ ബെർണാഡ് ബെക്ക്വിത്ത് പറയുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ creation is always happening. Every time an individual has a thought or a prolonged chronic way of thinking, they are in the creation process. Something is going to manifest out of those thoughts. Also careful about your thoughts. Your thoughts are always manifesting things with the help of this law of attraction. Your thinking now is creating your future life. Thinking, you are always creating. What you are thinking most will happen to you. You think about the most or focus on the most is what will appear as your life. Like all the law of nature, there is utter perfection in this law. You create your life. Whatever you sow, you reap. Your thoughts are seeds, and the harvest you reap will depend on the seeds you plant. Simple. പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വാക്കുകളാണ്. അതും സത്യമാണെന്നാണ് പറയുന്നത്. If you are complaining, the law of attraction will powerfully bring into your life more situations for you to complain about. അപ്പം കംപ്ലൈൻറ്റ് ചെയ്യാനൊക്കെ സൂക്ഷിക്കണം. ചെയ്യുന്നതിനെ പറ്റി കേട്ടോണ്ടിരുന്നാലും അതും ദോഷമായിട്ട് വരും. അങ്ങനെയുള്ളത് തന്നെ വീണ്ടും നിങ്ങൾ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കും കംപ്ലൈൻറ്റ്സ്. ലോ ഈസ് സിംപ്ലി റിഫ്ലക്റ്റിംഗ് ആൻഡ് ഗിവിങ് ബാക്ക് ടു യു exactly what you are focusing on with your thoughts. With this powerful knowledge, you can completely change every circumstance and event in your entire life by changing the way you think. ബിൽ ഹാരിസ് പറയുന്നത്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭയം തോന്നും. അപ്പം നമ്മൾ നെഗറ്റീവായിട്ട് വിചാരിച്ചാൽ അത് സംഭവിക്കില്ലേ. അപ്പം നെഗറ്റീവായിട്ട് അബദ്ധത്തിൽ പോലും ചിന്തിച്ചു പോയാൽ അത് നടക്കുമോ എന്നുള്ളൊരു ഭയം എല്ലാവരിലും പിടികൂടും. മൈക്കൽ ബെർണാഡ് ബെക്ക്വിത്താണ് ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് തോട്ടിനെ പറ്റി ഭയപ്പെടേണ്ട കാര്യം, പോസിറ്റീവ് തോട്ട് 100 times പവർഫുള്ളാണ് ഈ നെഗറ്റീവ് തോട്ട്സിനെക്കാളും. അപ്പോൾ ഈ നെഗറ്റീവ് നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്നത് സംഭവിക്കണമെങ്കിൽ അത് ഒരുപാട് ഈ പോസിറ്റീവ് തോട്ട്സിനെക്കാളും ഒരുപാട് സമയം എടുക്കും സംഭവിക്കാൻ. നെഗറ്റീവ് നമ്മൾ സദാ ആ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വന്നാലും നമുക്കതിനെ മാറ്റി പോസിറ്റീവിലോട്ട് നയിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഭയപ്പെടേണ്ട നെഗറ്റീവ് തോട്ട് അതുപോലെ ഉടൻ സംഭവിക്കുമെന്ന്. അപ്പോൾ ലിസ നിക്കോളാസ് പറയുന്നു,
അപ്പോൾ നമ്മൾ ചിന്തകൾ സംഭവിക്കാൻ ഡിലേ ഉള്ളത് ഒരു കണക്കിന് ഭാഗ്യമാണല്ലേ. നമ്മൾ നെഗറ്റീവ് തോട്ട്സ് എല്ലാം സംഭവിച്ചാൽ നമ്മൾ കുഴപ്പത്തിലാവില്ല. അപ്പോൾ നമുക്ക് ആ ഡിലേ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ തോട്ടിനെ ഒബ്സർവ് ചെയ്തിട്ട് അത് ചീത്തയാണെങ്കിൽ അത് ശരിയാക്കാനുള്ള ധാരാളം സമയമുണ്ട്. അപ്പം നമ്മൾ ആ നെഗറ്റീവ് തോട്ട്സ് മാറ്റി അവിടെ പോസിറ്റീവ് തോട്ട്സ് നിറച്ചാൽ മതി. അപ്പോൾ അത് സംഭവിക്കുമല്ലോ. പോസിറ്റീവ് തോട്ട്സിന് വല്ലാത്ത ശക്തിയുണ്ട്. അപ്പോൾ ഡോക്ടർ ജോ വൈറ്റല്ലേ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നു. അപ്പം നമുക്കറിയാം നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ചീത്ത കാര്യങ്ങളിലേക്ക് നയിക്കും, പോസിറ്റീവ് തോട്ട്സ് നല്ല കാര്യങ്ങൾ സംഭവിപ്പിക്കുമെന്നൊക്കെ. അപ്പോൾ ഇത് അപ്പം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ ചിന്തകളെ നിയന്ത്രിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ അതിന് ഏറ്റവും വലിയ മാർഗം എല്ലാ വലിയ മനുഷ്യരും ചെയ്തിട്ടുള്ളത് ധ്യാനമാണ്, മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തൊക്കെ ആയിട്ടായിട്ടിരുന്ന് നമ്മുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്യുക. അപ്പം അതുവഴി നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പം അത് ഒരുപാട് സമയമൊന്നും ധ്യാനിക്കുകയൊന്നും വേണ്ട. ദിവസം ഒരു 10 മിനിറ്റ് തന്നെ ധാരാളം. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോഴല്ലേ നമ്മളൊന്ന് അല്പനേരം കണ്ണടച്ചിരുന്ന് നമ്മുടെ ചിന്തകളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് അതിനെ നേരെയാക്കാൻ ശ്രമിച്ചാൽ അത് തന്നെ ഗ്രാജ്വലി നമ്മളെ പോസിറ്റീവാക്കി മാറ്റും. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ സീക്രട്ട് എന്തെന്നറിയാനായിട്ടാണ് വായിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ എന്താണ് ഇതിൽ നമ്മുടെ ഇന്ത്യൻ ആചാര്യന്മാർ പറയുന്ന ധ്യാനത്തിൽ തന്നെയാണ് ഈ സീക്രട്ട് വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വലിയൊരു അറിവ് ഈ ലോകത്തിൽ പുതിയ സയൻറ്റിസ്റ്റുകൾക്കും എഴുത്തുകാർക്കൊന്നും കണ്ടുപിടിക്കാനില്ല എന്നുള്ളതാണ് മറ്റൊരത്ഭുതം. നമ്മൾ ഇന്ത്യക്കാരൊക്കെ അത് ഇന്ത്യക്കാരെ മതിക്കുന്നില്ല. ഇന്ത്യൻ തത്വശാസ്ത്രങ്ങളൊന്നും തന്നെ മതിക്കുന്നില്ല. മറ്റ് വിദേശികൾ അതൊക്കെ പഠിച്ചെടുത്ത് അവർ പുതിയ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അതിലോട്ട് അറ്റ്ലീസ്റ്റ് ശ്രദ്ധിക്കുകയെങ്കിലും ചെയ്യും. അതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ധ്യാനിച്ച് നമ്മുടെ ചിന്തകളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. എന്നിട്ട് ചിന്തകളെ പോസിറ്റീവാക്കി നല്ല ചിന്തകളാക്കി മാറ്റി നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ തീർച്ചയായും അത് സംഭവിക്കുമെന്നാണ് ഈ സീക്രട്ട് പറയുന്നത്. ഇതിൻ്റെ ഒരു സമ്മറി ബുക്കിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ദി ഗ്രേറ്റ് സീക്രട്ട് ഓഫ് ലൈഫ് ഈസ് ദി ലോ ഓഫ് അട്രാക്ഷൻ. the law of attraction says like attracts like. So when you think a thought, you are also attracting like thoughts to you. Thoughts are magnetic and thoughts have a frequency. As you think thoughts, they are sent out into the universe and they magnetically attract all like things that are on the same frequency. Everything sent out returns to the source, that is you. You are like a human transmission tower, transmitting a frequency with your thoughts. If you want to change anything in your life, change the frequency by changing your thoughts. നമ്മൾ അന്ന് റേഡിയോയിലൊക്കെ തിരിക്കുമെന്ന് പറയില്ല, ആ ഫ്രീക്വൻസി മാറ്റി മറ്റേലോട്ട് ട്യൂൺ ചെയ്യുമ്പോൾ നമ്മൾ ആ മറ്റ് ചിന്തകൾ, നല്ല ചിന്തകളുടെ ഫ്രീക്വൻസിയിലെത്തും. അപ്പോൾ നമുക്ക് എളുപ്പമാണ് അത് സാധിക്കാൻ. Your current thoughts are creating your future life. What you think about the most or focus on the most will appear as your life. Your thoughts become things. അത്രയാണ് ഇതിലെ പ്രധാന കോണ്ടൻറ്റ്. എന്നുവെച്ചാൽ നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം സംഭവിക്കും. അപ്പോൾ നമ്മൾ വയസ്സായിട്ട് ചിന്തിച്ച് നല്ല കാര്യങ്ങൾ ചിന്തിക്കണം. എന്നുവെച്ചാൽ ഗ്രേറ്റ് സീക്രട്ട് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷനാണ്. ദാറ്റ് മീൻസ് നമ്മൾ പിന്നൊന്ന് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് വെച്ചാൽ എല്ലാ ഒരേപോലത്തെ ചിന്തകളൊക്കെ ഒരു ഫ്രീക്വൻസിയിൽ പ്രത്യേകിച്ച് ചെന്നെത്തും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ട്യൂൺ ചെയ്യണം. അതിന് ട്രാൻസ്മിഷൻ ടവറാണ്. അത് ആ ഫ്രീക്വൻസി മാറ്റി ഓരോ ഫ്രീക്വൻസിയിലോട്ട് നമുക്ക് ചെന്നെത്താൻ പറ്റും. ആ ലൈക്ക് ചിന്തകളെല്ലാം ഒരുമിച്ചിരിക്കുന്ന പലതരത്തിലുള്ള ചിന്തകൾ പല ഫ്രീക്വൻസിയിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ചിന്തകൾ വയ്ക്കുമ്പോൾ ആ ഏതെങ്കിലും ഒരു ഫ്രീക്വൻസിയിലാണ് ചെന്നെത്തുന്നത്, ലൈക്കായിട്ടുള്ള ഫ്രീക്വൻസിയിൽ. അപ്പം നമുക്ക് എളുപ്പമാണ് അവിടെ അത് സാധിക്കാൻ.
അപ്പം നമ്മളിപ്പോഴും ചിന്തിക്കുന്നതാണ് നമ്മുടെ ഫ്യൂച്ചർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നല്ല ചിന്തകൾ ചിന്തിച്ചപ്പം നമുക്ക് ഒരു എഴുത്തുകാരനാണോയെന്ന് വെച്ചാൽ ഉള്ള ചിന്തകളാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണേ. അതുപോലെ ചിന്തിക്കുന്ന ആളുകളുടെ ഇങ്ങനെ ഒരു വലിയൊരു തരംഗമുണ്ട്, ഒരു ഫ്രീക്വൻസി. അപ്പം നമ്മൾ ഹ്യൂമൻ ട്രാൻസ്മിറ്ററല്ലേ, നമുക്ക് അവിടെ എത്താൻ പറ്റുന്നുണ്ട്. ചെന്ന് നമുക്കതിലോട്ട് ചേർന്ന് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യസാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത പലതും തന്നെ നമ്മളെ മനസ്സിലോട്ട് അപ്പോൾ ധ്യാനിക്കുന്നവർക്കൊക്കെ ഒരുപാട് അറിവ് കിട്ടുന്നതാണ്. ആ ഫ്രീക്വൻസി ലെവലിൽ നിന്നുള്ള വിവരങ്ങളെല്ലാം നമുക്ക് കിട്ടും, ആർക്കായാലും. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യസാധ്യത്തിന് അത് എളുപ്പം. മറ്റ് പാഴ്ചിന്തകളൊക്കെ മാറ്റുമ്പോൾ എങ്ങനെ എഴുതണം, അവരെഴുതിയത് എങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് നമ്മളറിയാതെ ചെന്നെത്തും. എപ്പോഴെഴുതണം, എന്തിനെപ്പറ്റി എഴുതണം, അങ്ങനെയുള്ള ചിന്തകൾ അതെല്ലാം കൂടെ ഉള്ളൊരു ഫ്രീക്വൻസി ലെവൽ കാണും. അതുപോലെയാണ് ഏത് കാര്യങ്ങളും. ഇപ്പോൾ ധനം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആൾ ആ ഫ്രീക്വൻസിയിൽ ചെന്ന് ധനവാന്മാരുടെ ചിന്തകളുടെ ഒരു ഫ്രീക്വൻസിയാണ് അപ്പോൾ അവിടെ ചെന്നത്. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങളും എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ പോയാൽ ധനമുണ്ട്, അങ്ങനെ വളരെ ഈസി ആവും അവരുടെ ലക്ഷ്യത്തിലെത്താൻ. അതാണ് ഇത്രയും സീക്രട്ട് പറഞ്ഞ് തരുന്നത്. ഇനിയുണ്ട് ബാക്കി, കുറച്ച് കഴിഞ്ഞ് വായിക്കാം. അടുത്ത ചാപ്റ്ററിൽ സീക്രട്ട് മെയ്ഡ് സിമ്പിൾ. ഇത് എങ്ങനെയാണ് സീക്രട്ട് നടപ്പിലാക്കുന്നതെന്ന്, എങ്ങനെയാണ് ധ്യാനം വഴി നമുക്ക് മനസ്സ് ചിന്തകൾ കൺട്രോൾ ചെയ്ത് നമുക്കൊരു പ്രത്യേക ചിന്തകൾ പോലത്തെ ഇപ്പോൾ തോട്ട്സ് എല്ലാം കൂടെ ചേർന്നൊരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസി ട്യൂൺ ചെയ്താൽ നമുക്ക് നമ്മുടെ കാര്യം സാധിക്കാമെന്നാണ് ഇത്രയും നേരം നമ്മൾ മനസ്സിലാക്കിയത്. ഇനി കുറച്ചുകൂടെ സിമ്പിളായിട്ട് സീക്രട്ട് മെയ്ഡ് സിമ്പിൾ എന്നാണ് അടുത്ത ചാപ്റ്റർ.